ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഈ വിഷുദിനത്തിൽ പോലും സ്ഥാനാർത്ഥി വി മുരളീധരൻ ക്ഷീണമില്ലാതെ തന്നെ പ്രചാരണം നയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ക്ഷേത്ര സന്ദർശനവും കോളനിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി തന്നെ വി മുരളീധരൻ മുന്നോട്ട് പോവുകയാണ്. വർക്കലയിലെ 2 കോളനികളിൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും ഇന്ന് മുരളീധരൻ നിർവഹിച്ചു. ആ വാർത്തയിലേക്ക് പോകാം. ആറ്റിങ്ങൽ വീരകേരളപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വി മുരളീധരൻ തുടക്കം കുറിച്ചത്. തുടർന്ന് ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രവും നാവായിക്കുളം ശങ്കരനാരായണ സ്വാമി ക്ഷേത്രവും സന്ദർശിച്ചു. ഭക്തജനങ്ങളോട് കുശലം പറഞ്ഞും ക്ഷേത്ര ഭാരവാഹികളോട് സൗഹൃദം പങ്കുവെച്ചുമാണ് ദർശനം പൂർത്തിയാക്കിയത്. വിഷു ദിവസം ക്ഷേത്ര ദർശനം, വിഷുക്കണി കാണുക, അത് കഴിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുക, അതൊരു പതിവാണ്. അത് ഈ വർഷവും നടക്കുന്നു. ഇന്ന് ഇവിടെ വീരകേരളപുരം ക്ഷേത്രത്തിൽ ദർശനം നടത്താനുള്ള അവസരമുണ്ടായി. ധാരാളം ഭക്തജനങ്ങൾ വന്നിട്ടുള്ള സ്ഥലമാണ്, വരുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങൾക്കും വിഷു ആശംസകൾ നേരാനുള്ള അവസരമുണ്ടായി. തുടർന്ന് വർക്കല ചെറുനിയൂർ പഞ്ചായത്തിലെ 2 കോളനികളിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. പമ്പ ചാണക്യ കോളനിയും കല്ലുമല കോളനിയുമാണ് സന്ദർശിച്ചത്. പമ്പ ചാണക്യ കോളനിയിൽ ഡോക്ടർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ നിലവിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തി. ഊഷ്മളമായ സ്വീകരണമാണ് 2 കോളനികളിലും സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. കോളനി നിവാസികളുടെ പ്രശ്നങ്ങൾ കേട്ടറിഞ്ഞു. ആരൊക്കെയുണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ളതൊന്നും ഇലക്ഷൻ കഴിഞ്ഞു. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കാരണം ആ കുട്ടികൾ നന്നായിട്ട് പഠിക്കാൻ അവർക്ക് എനിക്ക് 2 മക്കളാണ്, 2 പേർക്ക് വോട്ടുണ്ട്. പക്ഷെ ഒരാൾ തൃശ്ശൂരാണ് താമസിക്കുന്നത്. തുടർന്ന് 2 കോളനികളിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ഒപ്പം തന്നെ കുട്ടികൾക്ക് വിഷു കൈനീട്ടവും നൽകി. കോളനി നിവാസികളുമായി വിശേഷങ്ങൾ പങ്കുവച്ചും ഏറെ നേരം സമയം ചിലവഴിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. വിഷുദിനമായതിനാൽ വാഹന പ്രചരണ യാത്ര ഒഴിവാക്കിയാണ് സന്ദർശനം നടത്തിയത്. ജനം, തിരുവനന്തപുരം.